അപ്പോൾ ഇവന് ഇത് വലിയൊരു മോഹമുള്ളതെന്ന് പറയുമ്പോൾ നമ്മുടെ ഇവൻ്റെ വൈഫിൻ്റെ അപ്പൻ വലിയൊരു നാടക ആർട്ടിസ്റ്റായിരുന്നു. പുള്ളി പിന്നീട് മിലിറ്ററിയിലേക്ക് പോയി. എൻ്റെ അല്ല വൈഫിൻ്റെ എൻ്റെ വൈഫിൻ്റെ ഇവൻ്റെ അമ്മയുടെ. അപ്പോൾ പുള്ളി വലിയൊരു ആർട്ടിസ്റ്റായിരുന്നു. ആ വാസന ഇവന് കൂടുതലേക്ക് വന്നിട്ടുണ്ട്. അവന് ആ വാസന വന്നിട്ടുണ്ട്. പുള്ളിന്നാ കിട്ടിയിരിക്കുന്നത്. നമ്മളിപ്പോ ജാടയിലൊക്കെ അവനേക്ക് കിട്ടിയിരിക്കുന്നത് ഇവന്റെ ഗ്രാൻഡ് ഫാദറിൽ നിന്നാണ്. അല്ല ഇപ്പൊ ചേട്ടൻ ഇങ്ങനെ പറയില്ല, കാരണം അലിനെ സംബന്ധിച്ച് ഇപ്പൊ ഒരു ചെറിയ ജോലിക്കൊക്കെ പോകുന്ന സമയമായി. അപ്പൊ ഈ സിനിമ സീരിയല് പറയുന്നുണ്ട്, നമ്മള് ചീത്ത പറയാറുണ്ട് നമ്മൾ ഇതില് ഇങ്ങനെ ഇത് കല നല്ലതാണ് എപ്പോഴും. അപ്പൊ അതിന്റെ ഇത് സൈഡാക്കിയിട്ട് ഇതിന് ഒരു ജോലിയിലേക്ക് കുറെ ഭാഗങ്ങൾക്ക് ജോലിക്കൊക്കെ പോയതായവൻ അതിലൊന്നിനും പല സ്ഥലങ്ങളിലൊക്കെ കൊണ്ടാക്കിയത് ജോലിക്കൊക്കെ. പിന്നെ ഇപ്പോൾ ഇവൻ ഡിഗ്രിക്കും പഠിക്കുന്നുണ്ട് പ്രൈവറ്റായിട്ട്. അപ്പോൾ ഇവൻ പല സ്ഥലം കൊണ്ടാക്കിയിട്ട് കുറച്ച് ദിവസം നിൽക്കും പോരും. നമുക്കൊന്നും ഒരു അച്ഛനെന്ന നിലയ്ക്ക് ചേട്ടൻ ചോദിക്കല്ലേ, വീട്ടിലെ ഉത്തരവാദിത്തം ഇപ്പൊ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കിയില്ലെങ്കിൽ പോലും സ്വന്തം കാര്യങ്ങൾ നോക്കുക എന്ന് പറയുന്ന ഒരു ഇത് ചേട്ടൻ പറയാറുണ്ടോ? ഇവന് കുറച്ച് പേടിയുള്ളത് ഇവന്റെ ജോലി ചെയ്യാനുള്ള പേഷ്യൻസ് ആയിട്ടില്ല, ക്ഷമ പക്വത ആയിട്ടില്ല. നമുക്ക് 22 വയസ്സ് പ്രായമായിട്ട് 25-30 വയസ്സൊക്കെ കുറച്ച് പേടിയുള്ളത് ഇവന്റെ മാതാവിനെയാണ്, അപ്പൊ അമ്മനെയാണ്. അപ്പൊ അമ്മനെയും കുറച്ച് പേടിയുണ്ട്. ഇവന് അമ്മയുടെ ആങ്ങളയുണ്ട് ഡേവിഡ് ജോസ് എന്തെങ്കിലും ആട്ടെ. അപ്പൊ പുള്ളിനെയും പേടി. അപ്പൊ ഇവരുടെ പേര് ഞാൻ പറഞ്ഞ് പേടിപ്പിക്കാറുണ്ട്. അവരോട് പറയാം അവനോട് പറഞ്ഞെന്ന് പറയുമ്പോ ചിലപ്പോ ഇവന് പേടിയുണ്ടാവും. മറ്റേവനോട് ചെറിയൊരു ബഹുമാനം പേടിയല്ല, മറ്റേ ഉപദേശം തരില്ല ഇവന്റെ അമ്മാവന് അമ്മയുടെ ആങ്ങളായിട്ട് വരും. അമ്മാവൻ. അപ്പൊ അപ്പൊ എന്നെ ഇവിടെ ഇല്ലല്ല. ഇവർക്ക് ഇപ്പൊ നമ്മ അവിടെ നിന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യം. അപ്പൊ ഇവനോട് നമ്മളിപ്പോ ഇവനോട് അപ്പൊ അതിനോട് ഇവനോട് ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മ അല്ലേ. കാരണം ഇപ്പൊ ഈ അലിൻ വന്ന സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റിരുന്നു. കുറെ പച്ചത്തെറിയും വിമർശനവും കുറെ സാധനം കേട്ടിരുന്നു. ഇതൊക്കെ ചേട്ടൻ കണ്ടു കാണുമല്ലോ? കുറച്ചൊക്കെ കണ്ടു കാണും. പക്ഷെ ഞാൻ ഈ കമന്റുകൾ ഞാൻ നോക്കാറില്ല. ഒന്നാമത്തെ കാരണം കമന്റ് ഇതിപ്പോ നമ്മളതിന്റെ പുറകെ ഇപ്പൊ ഈ ഓടുന്നവനും ഓടിക്കുന്നവനൊക്കെ തുല്യം തന്നെ. ഈ കമന്റ് ഇവനെ കുറിച്ച് പണിക്ക് പോകില്ല എന്ന് കുറ്റം പറയുന്നവൻ അവനും എഴുതണമെങ്കിൽ അവനും പണിക്ക് പോകണ്ട എഴുതണം അല്ലേ? കറക്റ്റ് അല്ലേ? ഈ പറയണവനും കൊള്ളാം ഇവനും കൊള്ളാം. അമിതമായിട്ട് ഭക്ഷണം കഴിക്കും, അത് കാരണം കുറച്ച് വയറൊക്കെ ചാടിയിട്ടുണ്ട്. അത് കാരണം മറ്റേ ഏജ് ഓവറാന്നൊക്കെ ചിലർ പറയുന്നുണ്ട്. അതൊന്നും നമ്മുടെ കാര്യമല്ല. കമന്റ് ബോക്സിൽ പെട്ടെന്ന് ചോദിക്കുന്ന ചോദ്യം അതല്ല ചോദ്യം. കാണുമ്പോൾ തന്നെ രണ്ട് വെറൈറ്റി ലുക്കാണ്. ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും ഇവരുടെ ഒരു വെബ് സീരീസ് തലതെറിച്ചവൻ അല്ലേ? നിലവിൽ ഇപ്പൊ അത് വൈറലാണ്. എല്ലാ പേജുകളിലും എല്ലാ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കുക. അല്ല, ഞാൻ ഇതിനു മുമ്പ് തന്നെ ഈ ഒരു 10 ഇവന്റെ ഏജിലൊക്കെ തന്നെ ഞാൻ കുറെ 2-3 സീരിയലൊക്കെ അഭിനയിച്ചതാ. നല്ല സീരിയലൊക്കെ വന്നതാ. അത് അന്ന് ദൂരദർശനിലേക്കാണുള്ള സീരിയലുള്ളത്. ഞാൻ ആ മധുമോഹന്റെ കൂടെയൊക്കെ അഭിനയിച്ചതാ, സുമാരിയായിട്ടൊക്കെ അഭിനയിച്ചത്. അതൊക്കെ സർക്കാർ സഹായം ഡ്രൈവിംഗ് സ്കൂൾ എന്ന് പറഞ്ഞ സീരിയൽ അങ്ങനെ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഉണ്ടോന്നില്ല. ഇപ്പൊ എല്ലാം പറയാൻ പറ്റും, ഓർത്തെടുക്കണ്ടേ അല്ലേ? ഇവിടെ കോട്ടിട്ട് നിൽക്കാനായിട്ട് താൻ ആരാടോ? ഈ കൊച്ചിയിൽ കോട്ടിടാനുള്ള അവകാശമുള്ള ഞാനാ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC TV സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക.